ജീവിതത്തിൽ വാക്കുകൾ കൊണ്ടും പണം കൊണ്ടും നമ്മൾ പൂർണ്ണമായി തോറ്റുപോകുന്ന ചില നിമിഷങ്ങളുണ്ട്. കടം വാങ്ങാനായി ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അയാളുടെ മുഖത്തെ ആ നിസ്സഹായാവസ്ഥയും സങ്കടവും കണ്ട് മനസ്സലിഞ്ഞാണ് നമ്മൾ കയ്യിലുള്ളത് എടുത്തുകൊടുക്കുന്നത്. എന്നാൽ നാളെ ഇതേ പണത്തിനായി അവരുടെ മുന്നിൽ ചെന്ന് നമുക്ക് കെഞ്ചേണ്ടി വരുമെന്ന് അന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ഒടുവിൽ തിരിച്ചു ചോദിക്കുമ്പോൾ അവർ കൈ മലർത്തും, അല്ലെങ്കിൽ ഓരോരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ദിവസങ്ങളോളം നമ്മളെ നടത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു മനഃശാസ്ത്രപരമായ സത്യം ഒളിഞ്ഞിരിക്കുന്നത്. മനുഷ്യർക്ക് പൊതുവെ നന്മയും കടപ്പാടുമൊക്കെയുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. എന്നാൽ പണത്തിന്റെ കാര്യം വരുമ്പോൾ പലരുടെയും യഥാർത്ഥ മുഖംമൂടികൾ അഴിഞ്ഞുവീഴും. നമ്മൾ അവരോട് എത്രത്തോളം മാന്യമായി പെരുമാറുന്നുവോ അത്രത്തോളം നമ്മുടെ ആ സൗമ്യതയെയും പണത്തെയും അവർ ഒരു ബലഹീനതയായി കാണാൻ തുടങ്ങും. അമിതമായ സൗമ്യത ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപമാണെന്ന് ചാണക്യൻ തന്റെ തന്ത്രങ്ങളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം കാട്ടിലെ നേരായ മരങ്ങളാണ് എപ്പോഴും ആദ്യം മുറിക്കപ്പെടുന്നത്. വളഞ്ഞ മരങ്ങൾ അവിടെത്തന്നെ സുരക്ഷിതമായി നിൽക്കും. നമ്മുടെ ജീവിതത്തിലും പണം തിരികെ കിട്ടാതെ വിഷമിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരേ തെറ്റാണ്. നമ്മൾ വീണ്ടും വീണ്ടും അവരോട് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ കളി പൂർണ്ണമായും മാറ്റേണ്ട സമയമായിരിക്കുന്നു. ഈ ചതുരംഗക്കളിയിൽ എങ്ങനെയാണ് വിജയം നമ്മുടെ ഭാഗത്താക്കേണ്ടതെന്ന് കൃത്യമായ തന്ത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഉള്ള വഴികളെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ മാന്യതയും അന്തസ്സും ഒട്ടും കളയാതെ നിങ്ങളുടെ പണം തിരികെ വാങ്ങാൻ സഹായിക്കുന്ന ചില മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളെക്കുറിച്ചാണ്. കടം വാങ്ങിയവൻ പണം തരാത്തത് അവന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവന്റെ മനസ്സിന് യാതൊരുവിധ അസ്വസ്ഥതയും ഇല്ലാത്തതുകൊണ്ടാണ്. അവന്റെ ആ മാനസിക സുഖത്തെ എങ്ങനെ തകർക്കാം, എങ്ങനെ അവനെക്കൊണ്ട് പണം തിരികെ തരാൻ തോന്നിപ്പിക്കാം എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലരും വിചാരിക്കുന്നത് പണം തിരിച്ചു ചോദിച്ചാൽ തങ്ങളുടെ ബന്ധം വഷളാകുമെന്നാണ്. എന്നാൽ സത്യമെന്തെന്നാൽ നിങ്ങളുടെ പണം ഒരാളുടെ കയ്യിൽ കുടുങ്ങിക്കിടക്കുന്ന ആ നിമിഷം തന്നെ ആ ബന്ധം അവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ബാക്കിയുള്ളത് വെറും അഭിനയം മാത്രമാണ്. നിങ്ങൾ എത്രത്തോളം നല്ലവനായിരിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം അവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ദയവാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. കടം തരാനുള്ളവൻ അവന്റെ വീട്ടുവാടക കൊടുക്കും, മക്കളുടെ സ്കൂൾ ഫീസ് അടയ്ക്കും, സുഹൃത്തുക്കൾക്കൊപ്പം പാർട്ടി നടത്തും. എന്നാൽ നിങ്ങളുടെ പണം മാത്രം തരില്ല. എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവന് യാതൊരുവിധ ഭീഷണിയോ അസ്വസ്ഥതയോ അനുഭവപ്പെടുന്നില്ല. നിങ്ങൾ നൽകുന്ന അമിത സ്വാതന്ത്ര്യമാണ് അവന്റെ ധൈര്യം. അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഒരു സമവാക്യം മാറ്റിയെഴുതണം. നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ അവനോട് പറഞ്ഞു കരയുന്നത് ഇനി നിർത്തുക. കാരണം നിങ്ങളുടെ കണ്ണീര് അവനിൽ സഹതാപമല്ല, മറിച്ച് കൂടുതൽ സമയം നേടിയെടുക്കാനുള്ളൊരവസരമാണ് ഉണ്ടാക്കുന്നത്. ചാണക്യനീതിയിൽ പറയുന്നതുപോലെ ശത്രുവിനെയോ കടക്കാരനെയോ നേരിടുമ്പോൾ നമ്മുടെ ബലഹീനതകൾ ഒരിക്കലും പുറത്തു കാണിക്കരുത്. അതിനുപകരം കാര്യങ്ങളെ വസ്തുതാപരമായി മാത്രം സമീപിക്കുക. കടം വാങ്ങിയവൻ നിങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ അവനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കളി മാറ്റണം. അതിനായി നിങ്ങളുടെ സംസാരത്തിലും സമീപനത്തിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും അവരോട് പറയാറുള്ളത് എനിക്കിപ്പോൾ പണം ആവശ്യമുണ്ട് എന്നാണ്. എന്നാൽ ഇനി മുതൽ ആ ശൈലി മാറ്റുക. പണം കൃത്യസമയത്ത് തന്നില്ലെങ്കിൽ അത് മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് വഴിമാറും എന്നൊരു ശക്തമായ ധാരണ അവന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതെങ്ങനെ ചെയ്യാമെന്നും ഇതിനു പിന്നിലെ മനഃശാസ്ത്രം എന്താണെന്നും വരും നിമിഷങ്ങളിൽ നമ്മൾ വ്യക്തമായി കാണാൻ പോവുകയാണ്. നമ്മൾ കടം കൊടുത്ത പണം തിരികെ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നുമാത്രമാണ്: അവനെ ഭീഷണിപ്പെടുത്തുകയോ ചീത്ത വിളിക്കുകയോ അരുത്. കാരണം നമ്മൾ എപ്പോൾ ദേഷ്യപ്പെടുന്നുവോ, എപ്പോൾ ബഹളം വയ്ക്കുന്നുവോ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അവസാനത്തെ അടവും നമ്മൾ എടുത്തുകഴിഞ്ഞു എന്നാണ് അർത്ഥം. അതോടെ കാര്യങ്ങളുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെടും. ഇവിടെയാണ് നമ്മൾ ചാണക്യന്റെ തന്ത്രം പ്രയോഗിക്കേണ്ടത്. നിങ്ങളുടെ പണം കൃത്യമായി തിരികെ കിട്ടാൻ അവന്റെ മേൽ ഒരു മനഃശാസ്ത്രപരമായ സമ്മർദ്ദം ചെലുത്തുകയാണ് വേണ്ടത്. അത് തികച്ചും നിയമപരമായിരിക്കണം, എന്നാൽ അവന്റെ ഉറക്കം കെടുത്തുന്നതുമായിരിക്കണം. ഉദാഹരണത്തിന്, വളരെ ശാന്തമായി നിങ്ങൾ അവനോട് പറയേണ്ടതിങ്ങനെയാണ്: എനിക്ക് ഈ മാസം അവസാനത്തോടെ ഒരാൾക്കൊരു പേയ്മെന്റ് കൊടുത്തു തീർക്കാനുണ്ട്. നിന്റെ കയ്യിലുള്ള പണം കൂടി കണക്കുകൂട്ടിയാണ് ഞാനത് ഏറ്റേറ്റിരിക്കുന്നത്. അത് കൃത്യസമയത്ത് എത്തിച്ചില്ലെങ്കിൽ എനിക്ക് മൂന്നാമതൊരാളോട് മറുപടി പറയേണ്ടിവരും. നോക്കൂ, ഇവിടെ നിങ്ങൾ അവനെ ഒട്ടും ഭീഷണിപ്പെടുത്തിയില്ല, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചതുമില്ല. പക്ഷേ ഒരു കാര്യം അവന്റെ തലച്ചോറിലേക്ക് കൃത്യമായി നിങ്ങൾ എത്തിച്ചു: ഈ ഇടപാട് ഇനി നിങ്ങളുടെയും അവന്റെയും ഇടയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇതിലേക്ക് മൂന്നാമതൊരു വ്യക്തി കൂടി കടന്നുവന്നിരിക്കുന്നു. കടം വാങ്ങിയവൻ പണം തരാതെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ കളിയിൽ താൻ ഒറ്റയ്ക്കാണ് നേരിടേണ്ടത് എന്ന് അയാൾക്ക് തോന്നുമ്പോഴാണ്. എന്നാൽ ഈ പ്രശ്നത്തിലേക്ക് വേറൊരു വശം കൂടി വരുന്നു എന്ന് കാണുമ്പോൾ അയാളുടെ മനസ്സിൽ ഭയം നിഴലിക്കാൻ തുടങ്ങും. അയാൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങും: ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ സമൂഹത്തിൽ എനിക്കുള്ള ഇമേജ് എന്താകും? എന്റെ മാന്യതയ്ക്ക് എന്ത് സംഭവിക്കും? മനുഷ്യർക്ക് പണം നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ പേടിയാണ് സ്വന്തം അന്തസ്സും വിലയും സമൂഹത്തിൽ ഇല്ലാതാകുന്നത്. ഈയൊരു മനഃശാസ്ത്രപരമായ ഭയത്തെയാണ് നമ്മളിവിടെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നത്.
മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അങ്ങനെയൊരു സാധ്യത അവനെ ഗൗരവമായി ചിന്തിക്കാൻ നിർബന്ധിതനാക്കും. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കൃത്യമായ ഒരു ഡെഡ്ലൈൻ നിശ്ചയിക്കുക എന്നതാണ്. എന്നാൽ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അവർ ഒരു തീയതി മാത്രം പറഞ്ഞു നിർത്തും. എനിക്ക് 5-ാം തീയതിക്കുള്ളിൽ പണം വേണം എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സ് ആ തീയതി മാത്രമാണ് ശ്രദ്ധിക്കുക. അവൻ മുൻപും പല തീയതികൾ തരികയും അത് വളരെ എളുപ്പത്തിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് വെറുമൊരു തീയതിയല്ല കൊടുക്കേണ്ടത്, മറിച്ച് ആ തീയതി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ആഘാതം എന്താണെന്ന് അവനെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. നിങ്ങൾ അവനോട് പറയണം, 5-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യം എന്റെ കയ്യിലായിരിക്കില്ല, എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ വാചകം കേൾക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് വരുന്നത് വലിയൊരു അനിശ്ചിതത്വമാണ്. ആ തീയതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊരു വ്യക്തതയില്ലാത്ത ഭയം അവനിൽ പതുക്കെ വളരും. മനുഷ്യന്റെ ഭാവനയാണ് അവന്റെ ഏറ്റവും വലിയ ശത്രു. നിങ്ങൾ കാര്യങ്ങൾ പൂർണ്ണമായി വ്യക്തമാക്കാതിരിക്കുമ്പോൾ അവൻ പലതുമാകും ഭാവനയിൽ കാണാൻ തുടങ്ങുക. ആ അജ്ഞാത ഭയം അവനെ എങ്ങനെയെങ്കിലും പണം തിരികെ തരാനുള്ള വഴികൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കും. ഇതോടൊപ്പം തന്നെ നമ്മൾ വരുത്തേണ്ട മറ്റൊരു വലിയ മാറ്റമുണ്ട്. അവനെ ഇടതടവില്ലാതെ ഫോൺ ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തുക. നമ്മൾ ദിവസവും രാവിലെയും വൈകുന്നേരവും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മൂല്യമാണ് അവിടെ കുറയ്ക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ വിളിയും അവന് നൽകുന്ന സന്ദേശമെന്തെന്നാൽ നിങ്ങളിപ്പോഴും അവന്റെ മറുപടിക്കായി ദാഹിച്ചു കാത്തിരിക്കുകയാണ് എന്നാണ്. അതായത് കളി ഇപ്പോഴും അവന്റെ നിയന്ത്രണത്തിലാണ്. ഇതിനു പകരം പെട്ടെന്നൊരു നിശബ്ദത പാലിക്കുക. പക്ഷേ ഈ നിശബ്ദത വെറുതെ ദേഷ്യം കൊണ്ടുള്ളതാകരുത്, ഇതൊരു തന്ത്രപരമായ നിശബ്ദതയായിരിക്കണം. ആദ്യം നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചും അതിന്റെ ആഘാതത്തെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരൊറ്റ സന്ദേശം നൽകുക. അതിനുശേഷം പൂർണ്ണമായും മിണ്ടാതിരിക്കുക. ഈ നിശബ്ദത അവനെ അങ്ങേയറ്റം അസ്വസ്ഥനാക്കും. അവൻ ചിന്തിക്കും, ഇത്രയും ദിവസം വിളിച്ചോണ്ടിരുന്നവൻ ഇപ്പോൾ എന്താണ് മിണ്ടാത്തത്? അവൻ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ തീരുമാനത്തിനായി മറ്റൊരാൾ കാത്തിരിക്കാൻ തുടങ്ങുന്ന നിമിഷം ആ കളിയിൽ പകുതി നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതുകൊണ്ട് അവൻ എന്തെങ്കിലും മറുപടി തന്നാൽ ഉടൻ തന്നെ അതിനോട് പ്രതികരിക്കരുത്. അവൻ പറയുകയാണ്, ഞാൻ 2 ദിവസത്തിനകം തരാം എന്ന്. നമ്മൾ സാധാരണ പറയാറുള്ളത് ശരി, നോക്കാം എന്നാണ്. എന്നാൽ ഇനി മുതൽ പറയേണ്ടത് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കട്ടെ എന്നാണ്. എന്നിട്ട് കുറച്ച് സമയം എടുക്കുക. ഈയൊരു ചെറിയ വാചകം നിങ്ങൾ പണത്തിനായി യാചിക്കുന്ന ആളല്ല, മറിച്ച് തീരുമാനമെടുക്കുന്ന ആളാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിലപാടുകളിൽ വ്യക്തമായൊരു മാറ്റം വരുത്തുക എന്നതാണ്. ഇതുവരെ നിങ്ങൾ പെരുമാറിയിരുന്നത് പണം നഷ്ടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ഇരയെപ്പോലെയായിരുന്നു. എന്നാൽ ഇനി മുതൽ നിങ്ങൾ പകരക്കാരും മറ്റു വഴികളും എപ്പോഴും കയ്യിലുള്ള ശക്തമായ നിലപാടുള്ള ഒരു വ്യക്തിയായി അവനു മുന്നിൽ മാറണം. ഉദാഹരണത്തിന്, അവനോട് സംസാരിക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പറയാം, ഈ ആഴ്ചയ്ക്കുള്ളിൽ ഈ പണം കയ്യിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്റെ മറ്റു ചില പ്ലാനുകൾ മാറ്റിവെക്കാതിരിക്കാം. ഈ ഒരൊറ്റ വാചകം അവനു നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നിങ്ങൾ അവന്റെ പണം മാത്രം പ്രതീക്ഷിച്ച് ജീവിതം സ്തംഭിച്ചു നിൽക്കുന്ന ഒരാളല്ല എന്ന്. നിങ്ങൾക്ക് മറ്റ് ഓപ്ഷനുകളുണ്ടെന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ കടം വാങ്ങിയവന്റെ ഉള്ളിലെ ധൈര്യം ചോർന്നുപോകും. സാധാരണയായി ഇത്തരം ആളുകൾ പണം നൽകാതെ പറ്റിക്കുന്നത് എപ്പോഴും ദുർബലരെയാണ്. എന്നാൽ തങ്ങളെക്കാൾ ശക്തനായ കൃത്യമായ പ്ലാനുകളുള്ള ഒരാളെ നേരിടേണ്ടി വരുമ്പോൾ അവരുടെ മനസ്സിൽ ഭയം നിഴലിക്കാൻ തുടങ്ങും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വാക്കുകളിൽ നിന്നും എല്ലാവിധ വികാരങ്ങളെയും പൂർണ്ണമായി എടുത്തുമാറ്റുക എന്നതാണ്. സഹോദരാ, നീയൊന്ന് മനസ്സിലാക്കൂ, എന്റെ അവസ്ഥ വളരെ മോശമാണ് എന്നൊക്കെയുള്ള യാചനകൾ നിങ്ങളെ കൂടുതൽ ബലഹീനനായി ചിത്രീകരിക്കുകയുള്ളൂ. അതിനുപകരം വസ്തുതകൾ മാത്രം സംസാരിക്കുക. ശാന്തവും നിശബ്ദവുമായ ശൈലിയിൽ ചെറിയ വാചകങ്ങൾ മാത്രം ഉപയോഗിക്കുക. വികാരങ്ങൾക്ക് പകരം വിവരങ്ങൾ മാത്രം കൈമാറുക. വിവരങ്ങൾ എപ്പോഴും മറ്റേയാൾക്ക് വലിയ ചിന്തയും ഭയവും ഉണ്ടാക്കും. എന്നാൽ വികാരങ്ങൾ അവർക്ക് നിങ്ങളോട് വെറും സഹതാപം മാത്രമാണ് നൽകുക. കടം വാങ്ങിയവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ആ സഹതാപം. കാരണം അതിലൂടെ അവന് പണം നൽകാതിരിക്കാൻ കൂടുതൽ സമയം നേടിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇതുവരെ നമ്മൾ തോറ്റുപോയത് എന്തുകൊണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. കാരണം നമ്മൾ ശരിയായ സ്ഥലത്ത് കൃത്യമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നില്ല. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിലും അപകടകരമായ മറ്റൊരു തന്ത്രത്തെക്കുറിച്ചാണ്. കടക്കാരന് തനിക്ക് വലിയൊരു ആശ്വാസം ലഭിച്ചു എന്ന് തോന്നിക്കുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ അവൻ പണം തരാൻ കൂടുതൽ ബാധ്യസ്ഥനാകുന്ന ഒരു കെണിയെക്കുറിച്ചാണ്. ഇവിടെ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന തെറ്റ് ഒന്നുകിൽ അവർ മറ്റേയാൾ പറയുന്നതൊക്കെ കണ്ണുംപൂട്ടി സമ്മതിക്കും, അല്ലെങ്കിൽ വലിയ രീതിയിൽ ബഹളം വെച്ച് ദേഷ്യപ്പെടും. ഈ 2 സാഹചര്യത്തിലും കളിയുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ നിന്നും പൂർണ്ണമായും നഷ്ടപ്പെടും. ചാണക്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യാജമായ ഒരു ആശ്വാസം നൽകിക്കൊണ്ട് യഥാർത്ഥമായ പിടിമുറുക്കുക എന്നതാണ് ഈ തന്ത്രം. കടം വാങ്ങിയവനോട് നിങ്ങൾ പൂർണ്ണമായും കടുപ്പത്തിലാണ് എന്ന് ഒരിക്കലും ആദ്യം തന്നെ കാണിക്കരുത്. നിങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്ന് അവന് തോന്നിയാൽ ഒന്നുകിൽ അവൻ നിങ്ങളിൽ നിന്നും ഒളിച്ചോടും, അല്ലെങ്കിൽ നിങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടാൻ വരും. അതുകൊണ്ട് അവൻ ഇപ്പോഴും സംസാരിക്കാനുള്ള വഴികൾ തുറന്നുകിടക്കുന്നുണ്ടെന്ന ഒരു തോന്നലുണ്ടാക്കുക. പക്ഷേ ആ വഴി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രമായിരിക്കണം നീളേണ്ടത്.
ഉദാഹരണത്തിന് അവൻ പറയുകയാണ്, എനിക്ക് 2 വാരം കൂടി സമയം തരണം എന്ന്. അപ്പോൾ നേരിട്ട് ശരിയെന്നോ തെറ്റെന്നോ പറയാതെ ഇങ്ങനെ ശാന്തമായി പറയുക, ശരി, ഞാൻ നോക്കാം. പക്ഷേ ഇതായിരിക്കും എന്റെ ഭാഗത്തുനിന്നുള്ള അവസാനത്തെ അഡ്ജസ്റ്റ്മെന്റ്. ഈ വാചകം ഒരേ സമയം അവന് നേരിയൊരു ആശ്വാസം നൽകുകയും അടുത്ത തവണ മറ്റൊരു ഒഴിവുകഴിവിനും ഇവിടെ സ്ഥാനമില്ലെന്ന വ്യക്തമായ ഭയം അവന്റെ മനസ്സിൽ നട്ടുവളർത്തുകയും ചെയ്യും. മനുഷ്യർ തങ്ങൾക്ക് കിട്ടുന്ന അവസരത്തെ നഷ്ടപ്പെടുത്താൻ എപ്പോഴും ഭയപ്പെടും. ആ മനഃശാസ്ത്രപരമായ ഭയത്തെയാണ് നമ്മളിവിടെ ബുദ്ധിപൂർവ്വം ചൂഷണം ചെയ്യുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഭാഗികമായി പണം തിരികെ വാങ്ങുക എന്ന അതിബുദ്ധിപരമായ ഒരു തന്ത്രമാണ്. കടം കൊടുത്ത ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. ഒന്നുകിൽ അവർ തങ്ങളുടെ മുഴുവൻ തുകയും ഒന്നിച്ചു തരണമെന്ന് നിർബന്ധം പിടിക്കും, അല്ലെങ്കിൽ ഒന്നും വാങ്ങാതെ വെറുതെ കാത്തിരിക്കും. കടം വാങ്ങിയവന് മുഴുവൻ പണവും ഒന്നിച്ചു നൽകുക എന്നത് വലിയൊരു ഭാരമായി തോന്നുമ്പോൾ അവൻ മനഃപൂർവ്വം കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ നോക്കും. അതുകൊണ്ട് ആ വലിയ ഭാരത്തെ ചെറിയ കഷണങ്ങളായി മുറിക്കുക എന്നതാണ് ബുദ്ധി. അവനോട് വളരെ കൂളായി പറയുക, മുഴുവൻ തുകയും ഇപ്പോൾ ഒപ്പിച്ചു തരാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ പകുതിയെങ്കിലും ഇപ്പോൾ അയക്കൂ. എന്റെ ഈ മാസത്തെ ചിലവുകൾ ഒന്ന് ഒതുങ്ങിക്കിട്ടട്ടെ. ഈ വാചകം കേൾക്കുന്ന നിമിഷം അവന്റെ തലച്ചോറിലെ കണക്കുകൂട്ടലുകൾ ആകെ മാറും. മുഴുവൻ തുക ഒന്നിച്ചു തരുന്നതിനേക്കാൾ പകുതി തുക നൽകുക എന്നത് അവന് വളരെ എളുപ്പമുള്ള കാര്യമായി തോന്നും. അവൻ ആ പകുതി തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന ആ നിമിഷം ഈ കളിയിലെ ഏറ്റവും വലിയ മാറ്റം അവിടെ സംഭവിക്കുകയാണ്. പണം തിരികെ നൽകാൻ താൻ ബാധ്യസ്ഥനാണ് എന്ന് അവൻ മാനസികമായി അവിടെ സമ്മതിച്ചു കഴിഞ്ഞു. ആദ്യത്തെ പേയ്മെന്റ് നിങ്ങളുടെ കയ്യിൽ വന്നുകഴിഞ്ഞാൽ അവൻ പണം തരാത്തവൻ എന്ന അവസ്ഥയിൽ നിന്നും പണം തന്നു തുടങ്ങിയവൻ എന്ന അവസ്ഥയിലേക്ക് മാറും. മനഃശാസ്ത്രത്തിൽ ഇതിനെ കമ്മിറ്റ്മെന്റ് ട്രാപ്പ് എന്ന് വിളിക്കുന്നു. ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ അവൻ മാനസികമായി നിർബന്ധിതനാകും. അതുകൊണ്ട് ആദ്യത്തെ തുക അവന്റെ കയ്യിൽ നിന്ന് പുറത്തെടുക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് കഴിഞ്ഞാൽ ബാക്കി കളി നിങ്ങൾക്ക് വളരെ എളുപ്പമാകും. പക്ഷേ ആദ്യത്തെ പകുതി തുക കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ബാക്കി പണത്തിനായി അവന്റെ മേൽ വലിഞ്ഞുകയറി ചാടി വീഴരുത്. അവിടെ തികച്ചും ശാന്തനായിരിക്കുക. 1-2 ദിവസം കഴിഞ്ഞ് വളരെ സാധാരണ മട്ടിൽ അവനോട് ചോദിക്കുക, ശരി, ആ പണം കൊണ്ട് ചെറിയൊരു ആശ്വാസമായി. ബാക്കി തുകയുടെ കാര്യത്തിൽ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ ചോദ്യം ഒരിക്കലും ഒരു അപേക്ഷയല്ല, മറിച്ച് അടുത്ത ഘട്ടത്തിലേക്കുള്ള സ്വാഭാവികമായ ചുവടുവെപ്പാണ്. ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചിട്ടില്ലെന്നും അത് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അവൻ കൃത്യമായി മനസ്സിലാക്കും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കടം വാങ്ങിയവന്റെ ഭാഷ മാറ്റുക എന്നതാണ്. അവൻ സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങൾ എപ്പോഴും സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. ഞാൻ നോക്കാം, ശ്രമിക്കാം, ഒപ്പിക്കാം എന്നൊക്കെയാണ് അവൻ ഇപ്പോഴും പറയുന്നതെങ്കിൽ കളിയുടെ നിയന്ത്രണം അവന്റെ കയ്യിൽ തന്നെയാണ്. എന്നാൽ എപ്പോഴാണോ അവൻ കൃത്യമായ തീയതികളും തുകകളും അത് തരാനുള്ള വഴികളും സംസാരിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ കളിയുടെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് അവനെ ആ ദിശയിലേക്ക് നയിക്കാനായി ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഏത് തീയതിയിലാണ് നീ അത് തരുന്നത്? ഏത് അക്കൗണ്ടിലേക്കാണ് അയക്കുന്നത്? ഒന്നിച്ചു തരുമോ അതോ 2 തവണകളായിട്ടാണോ? ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും അവനെ മാനസികമായി പണം നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇതോടൊപ്പം തന്നെ പ്രയോഗിക്കാവുന്ന മറ്റൊരായുധമാണ് താരതമ്യപ്പെടുത്തൽ. മറ്റാരുടെയും പേരെടുത്തു പറയേണ്ടതില്ല, എങ്കിലും ചില സൂചനകൾ നൽകാം. എനിക്ക് തീർക്കാനുള്ള മറ്റ് ഇടപാടുകളെല്ലാം ഞാൻ ക്ലിയർ ചെയ്തു കഴിഞ്ഞു, ഇനി നിന്റെ ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വാചകം അവന് നൽകുന്ന സന്ദേശമെന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളാണെന്നും അവൻ മാത്രമാണ് ഇപ്പോൾ പിന്നിൽ നിൽക്കുന്നത് എന്നുമാണ്. സമൂഹത്തിൽ എല്ലാവരും മുന്നോട്ടു പോകുമ്പോൾ താൻ മാത്രം കടക്കാരനായി ബാക്കി നിൽക്കുന്നു എന്നത് ഒരാളുടെയും ആത്മാഭിമാനത്തിന് നല്ലതായി തോന്നില്ല. ഇവിടെ നിന്നും കളി കൂടുതൽ ആഴത്തിലുള്ളതാകുന്നു. അവൻ ബുദ്ധിമാനാണെങ്കിൽ പണം തരാനുള്ള വഴി നോക്കും. എന്നാൽ അവൻ കടുപ്പക്കാരനാണെങ്കിൽ അവൻ തന്റെ സങ്കടകഥകൾ പുറത്തെടുക്കും. അസുഖം, കുടുംബപ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ. ഇവിടെ നമ്മൾ തികച്ചും തണുത്ത മനസ്സോടെ വേണം പെരുമാറാൻ. സഹതാപം കാണിക്കുക, എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും ഒരിഞ്ചും മാറരുത്. പറയുക, എനിക്ക് മനസ്സിലാകും, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. പക്ഷേ എന്റെ സാഹചര്യവും ഇപ്പോൾ അത്ര നല്ലതല്ല. ഇതിൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഈ വരികൾ അവന് മനസ്സിലാക്കിക്കൊടുക്കും നിങ്ങളുടെ സഹനശക്തിയുടെ അതിരുകൾ അവസാനിക്കാറായി എന്ന്. തന്റെ സങ്കടങ്ങളും വലിയ കഷ്ടപ്പാടുകളും പറഞ്ഞ് എല്ലാ തവണയും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടുന്ന ഒരു മനുഷ്യൻ എപ്പോഴാണത് നിർത്തുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തന്റെ മുന്നിൽ നിൽക്കുന്ന ആളും അതുപോലെ തന്നെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായൊരു നിലപാടിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അവൻ ആ നാടകം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അവസ്ഥകളുടെ ഗൗരവം അവന് മുന്നിൽ കൃത്യമായി വെളിപ്പെടുത്തേണ്ടിവരും. ഇത് കള്ളം പറയുന്നതല്ല, മറിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ചാണക്യൻ ഇതിനെയാണ് നയതന്ത്രം എന്ന് വിളിച്ചത്. അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് പിടികൊടുക്കാത്തതും എന്നാൽ അവരുടെ ഉള്ളിൽ വലിയ ചിന്തകൾ ഉണ്ടാക്കുന്നതുമായിരിക്കണം. ഇത്രയൊക്കെ ബുദ്ധിപൂർവം ശ്രമിച്ചിട്ടും പണം തിരികെ വരുന്നില്ലെങ്കിൽ കാര്യങ്ങൾ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായി എന്നുറപ്പിക്കുക.
ഇവിടെ മുതലാണ് നമ്മൾ സാമൂഹികമായ സമ്മർദ്ദവും അന്തസ്സിന്റെ വിലയും മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യവുമൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ പോകുന്നത്. ഭൂരിഭാഗം ആളുകളും ഭയന്ന് പിന്മാറുന്നത് ഈയൊരു ഘട്ടത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പണം തിരിച്ചുപിടിക്കൽ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് എന്നോർക്കുക. ഇത് നിങ്ങളുടെ പണം വാങ്ങിയെടുക്കാൻ മാത്രമല്ല, ഭാവിയിൽ മറ്റാരും നിങ്ങളുടെ പണം കവർന്നു തിന്നാൻ ധൈര്യപ്പെടാതിരിക്കാൻ കൂടിയുള്ള ഒരു സുരക്ഷാ കവചമാണ്. ഇനി ഈ കഥ എത്തിനിൽക്കുന്നത് ഭൂരിഭാഗം ആളുകളും പേടിച്ചു നിൽക്കുന്ന ഒരു വലിയ വഴിത്തിരിവിലാണ്. കാരണം ഇത് വെറുമൊരു പണമിടപാട് എന്നതിനപ്പുറം അവന്റെ പ്രതിച്ഛായയെയും അവന്റെ സാമൂഹിക വൃത്തങ്ങളെയും നേരിട്ട് ബാധിക്കുന്നൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇവിടെയാണ് യഥാർത്ഥ മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നത്. പണം പോക്കറ്റിൽ നിന്നാണ് പുറത്തുവരുന്നതെങ്കിലും അതിന്റെ അന്തിമ തീരുമാനമെടുക്കുന്നത് മനുഷ്യന്റെ തലച്ചോറാണ്. തലച്ചോറിനെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ പണം തനിയെ നിങ്ങളുടെ കൈകളിലേക്ക് വഴി കണ്ടെത്തിക്കൊള്ളും. ഇവിടെ നമ്മൾ ആരെയും പരസ്യമായി അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പോകുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരേയൊരു കാര്യമാണ്, ഈ ഇടപാട് ഇനി രഹസ്യമല്ല എന്നൊരു ബോധം അവന്റെ ഉള്ളിലുണ്ടാക്കുക. തന്റെ കടബാധ്യത നിങ്ങളും അവനും തമ്മിലുള്ള ഫോൺ വിളികളിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്ന് വിചാരിക്കുന്നിടത്തോളം കാലം കടം വാങ്ങിയവൻ തികച്ചും സമാധാനത്തോടെ ജീവിക്കും. എന്നാൽ ഇത് തന്റെ കൈകളിൽ നിന്നും കൈവിട്ടുപോവുകയാണ് എന്ന് തോന്നുമ്പോൾ അവന്റെ ഉറക്കം കെടും. ഇവിടെയാണ് നമ്മൾ മൂന്നാമതൊരു വ്യക്തിയുടെ നിഴൽ വീഴ്ത്തുന്നത്. ശ്രദ്ധിക്കുക, മൂന്നാമതൊരാൾ യഥാർത്ഥത്തിൽ ഇതിലേക്ക് കടന്നുവരേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെയൊരു സാധ്യതയുടെ നേരിയൊരു സൂചന മാത്രം മതിയാകും. അവനോട് സംസാരിക്കുമ്പോൾ വളരെ ശാന്തമായി പറയുക, എനിക്ക് ഈ ആഴ്ചയോടെ ഈ കണക്കുകളെല്ലാം പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം എനിക്ക് മുകളിലും ചില മറുപടികൾ പറയേണ്ട ബാധ്യതകളുണ്ട്. ഇവിടെ നിങ്ങൾ ആരുടെയും പേരെടുത്തു പറഞ്ഞില്ല, ആരോടും പരാതിപ്പെട്ടുമില്ല. പക്ഷെ അവന്റെ മനസ്സിൽ വലിയൊരു ചോദ്യം ഉയരും, ആരാണ് ആ മുകളിലുള്ളത്? സുഹൃത്തുക്കളാണോ, കുടുംബമാണോ, അതോ ഓഫീസാണോ? ഈ അജ്ഞാതമായ ഭയം തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. ഇതോടൊപ്പം തന്നെ സമയത്തിന്റെ സമ്മർദ്ദവും അവനിൽ ചെലുത്തുക. എനിക്ക് പണം വേണം എന്ന് വെറുതെ പറയുന്നതിനു പകരം ഈ ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്ന് കൃത്യമായി പറയുക. മനുഷ്യൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സമയത്തെയാണ്. സമയം കൈവിട്ടുപോയാൽ ഒപ്പം തന്റെ അന്തസ്സും നഷ്ടപ്പെടും എന്നവൻ ചിന്തിക്കും. നിങ്ങളുടെ വാക്കുകളിൽ ആ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായിരിക്കണം, എന്നാൽ അതിലൊരിക്കലും പരിഭ്രാന്തിയോ അനാവശ്യമായ ദേഷ്യമോ ഉണ്ടാകരുത്. കുറഞ്ഞ വാക്കുകളിൽ വ്യക്തമായ സന്ദേശം നൽകുക. മറ്റുള്ളവരുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും വളരെ ആക്രോശത്തോടെയും വലിയ ദേഷ്യത്തോടെയും പെരുമാറാറാണ് പതിവ്. എന്നാൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിന്റെ നേരെ വിപരീതമായ കാര്യമാണ്. അമിതമായ ഫോൺ വിളികളോ നീണ്ട സംഭാഷണങ്ങളോ ഇല്ലാതെ തികച്ചും സാധാരണവും ശാന്തവുമായ ഒരു സമീപനം മാത്രം സ്വീകരിക്കുക. ഈ അമിതമായ തണുപ്പൻ മട്ടിലുള്ള പെരുമാറ്റം മറ്റേയാളെ കടുത്ത അസ്വസ്ഥതയിലേക്ക് നയിക്കും. അവനുള്ളിൽ ചിന്തിക്കാൻ തുടങ്ങും, ഇത്രയും വലിയൊരു തുക കിട്ടാനുണ്ടായിട്ടും ഇവൻ എന്താണ് ഇത്ര ശാന്തനായിരിക്കുന്നത്? കാരണം മനുഷ്യൻ എപ്പോഴും ശാന്തനായിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ വിചാരിക്കും അയാളുടെ കയ്യിൽ വലിയൊരു പ്ലാനോ അല്ലെങ്കിൽ വലിയൊരു ശക്തിയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ആ നിശബ്ദതയെ നേരിടാൻ അവന്റെ മനസ്സിന് കഴിയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, നമ്മുടെ തന്ത്രങ്ങളെല്ലാം ഒന്നിച്ച് മറ്റേയാൾക്ക് മുന്നിൽ തുറന്നു കാണിക്കരുത്. സാമൂഹികമായ സമ്മർദ്ദത്തിന്റെ ഒരു ചെറിയ സൂചന നൽകിയാൽ പിന്നെ കുറച്ചു സമയത്തേക്ക് പൂർണ്ണമായും നിശബ്ദത പാലിക്കുക. ആ ഇടവേള അവൻ തന്റെ സ്വന്തം തലച്ചോറുകൊണ്ട് ചിന്തിക്കാൻ ഉപയോഗിക്കട്ടെ. അവൻ തന്റെ ഭാവനയിൽ പലവിധത്തിലുള്ള വഴികളും അതിന്റെ ആഘാതങ്ങളും കണ്ടുതുടങ്ങും. പലപ്പോഴും ഒരു മനുഷ്യൻ സ്വന്തം ഭാവനയിൽ കൂട്ടിക്കിഴിക്കുന്ന ഭയം നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ഭയത്തേക്കാൾ എത്രയോ ഇരട്ടി വലുതായിരിക്കും. ആ ഭാവന തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സഹായി. ചില സമയങ്ങളിൽ കടം വാങ്ങിയവൻ നമ്മളെ പരീക്ഷിക്കാൻ ശ്രമിച്ചേക്കാം. നമ്മുടെ ഫോൺ എടുക്കാതിരിക്കുക, അയക്കുന്ന സന്ദേശങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക എന്നിവയൊക്കെ അവരുടെ അവസാനത്തെ അടവുകളാണ്. ഇതിനെ ഒരിക്കലും നിങ്ങളുടെ അപമാനമായി കണ്ട് വിഷമിക്കരുത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതികരിക്കുക എന്നതാണ്. യാതൊരുവിധ ദേഷ്യവും കാണിക്കാതെ 1-2 ദിവസത്തെ പൂർണ്ണമായ നിശബ്ദതയ്ക്ക് ശേഷം വളരെ ലളിതവും തണുത്തതുമായ ഒരൊറ്റ സന്ദേശം അയയ്ക്കുക. എനിക്ക് ഇതിലൊരു കൺഫർമേഷൻ വേണം. അതിൽ വികാരങ്ങളോ വിശദീകരണങ്ങളോ നീണ്ട വാചകങ്ങളോ ഉണ്ടാകരുത്. ഇത് കാണുമ്പോൾ അവന് കൃത്യമായി മനസ്സിലാകും കളി ഇപ്പോഴും നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് എന്ന്. അടുത്തതായി നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ വഴികളാണ്, പക്ഷേ അവനു വേണ്ടിയുള്ള വഴികളല്ല, മറിച്ച് നമുക്കു വേണ്ടിയുള്ള വഴികൾ. നീ ഇത് തന്നില്ലെങ്കിൽ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിന് പകരം ഈ ആഴ്ചയ്ക്കുള്ളിൽ ഇത് തീർന്നില്ലെങ്കിൽ എനിക്കെന്റെ മറ്റു വഴികളിലേക്ക് നീങ്ങേണ്ടിവരും എന്ന് പറയുക. ആ മറ്റു വഴികൾ എന്തൊക്കെയാണ് എന്ന് അവനോട് വ്യക്തമാക്കേണ്ട യാതൊരാവശ്യവുമില്ല. ആ വ്യക്തതയില്ലാത്ത അവസ്ഥ തന്നെയാണ് അവനിൽ ഭയം ജനിപ്പിക്കുന്നത്. നമ്മൾ ഭീഷണി മുഴക്കുമ്പോൾ അവിടെ നിയമപരമായ പ്രശ്നങ്ങളോ വലിയ തർക്കങ്ങളോ ഉണ്ടായേക്കാം. എന്നാൽ വ്യക്തതയില്ലാത്ത സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറ്റേയാളുടെ മാനസികമായ ധൈര്യത്തെയാണ് പൂർണ്ണമായി തകർക്കുന്നത്. ചില മനുഷ്യർ പണം നൽകാൻ തയ്യാറാകുന്നത് തങ്ങളുടെ അന്തസ്സ് പൂർണ്ണമായി നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുള്ളപ്പോഴാണ്. അതുകൊണ്ട് അവന് ഒളിച്ചോടാൻ മാന്യമായൊരു വഴി എപ്പോഴും മുന്നിൽ തുറന്നിടുക. ഈ ആഴ്ചയ്ക്കുള്ളിൽ ഇത് തീരുകയാണെങ്കിൽ ഈ പ്രശ്നം ഇതോടെ ഇവിടെ അവസാനിക്കും.
ഈ വാചകം അവന് തോൽക്കാതെ തന്നെ ഈ അവസ്ഥയിൽ നിന്നും പുറത്തുകടക്കാനുള്ള ഒരു വലിയ അവസരം നൽകുന്നു. പലപ്പോഴും മനുഷ്യൻ പണം സംരക്ഷിക്കാനല്ല, സ്വന്തം മുഖം രക്ഷിക്കാനാണ് മറ്റുള്ളവർക്ക് മുന്നിൽ തലകുനിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ നിങ്ങളുടെ പണം തിരികെ തരാൻ ഭാവമില്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഇനി ചെറിയൊരു മാറ്റം വരുത്തണം. പണം എപ്പോൾ തരും എന്ന് കെഞ്ചി ചോദിക്കുന്നതിനു പകരം കൃത്യമായ ചില ഓപ്ഷനുകൾ അവന്റെ മുന്നിലേക്ക് വയ്ക്കുക. പണം ലിക്വിഡ് ക്യാഷായിട്ടാണോ അതോ അക്കൗണ്ട് വഴിയാണോ തരുന്നത്? ഒന്നിച്ചു തരുമോ അതോ ഈ ആഴ്ച പകുതിയും അടുത്ത ആഴ്ച ബാക്കിയും തരുമോ എന്നിങ്ങനെ ചോദിച്ചു നോക്കൂ. ഇത്തരം ചോദ്യങ്ങൾ അവനെ വീണ്ടും കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനാക്കും. കാരണം നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴും മറ്റേയാളെ ചിന്തിപ്പിക്കുന്നതും അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതുമായിരിക്കണം. ഇനി നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും വലിയ മാറ്റം എന്തെന്നാൽ, ഇതിലൂടെ ഞങ്ങളുടെ ബന്ധം വഷളാകുമോ എന്ന ചിന്ത പാടെ തൂത്തെറിയുക എന്നതാണ്. നിങ്ങളുടെ പണം തരാതെ അവൻ നീട്ടിക്കൊണ്ടുപോയ ആ ആദ്യത്തെ ദിവസം തന്നെ ആ ബന്ധത്തിന്റെ ആയുസ് അവിടെ തീർന്നതാണ്. ഇനി നിങ്ങളുടെ ലക്ഷ്യം ആ സൗഹൃദം കാത്തുസൂക്ഷിക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമായ ആ പണം എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നതു മാത്രമാണ്. നിങ്ങളുടെ മനസ്സിൽ ഈയൊരു ഉറപ്പു വരുമ്പോൾ നിങ്ങളുടെ വാക്കുകളിലും ആ ആത്മവിശ്വാസം പ്രകടമാകും. ആ മാറ്റം കടം വാങ്ങിയവനും കൃത്യമായി തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മളിപ്പോൾ ഈ കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ പുതിയ തന്ത്രങ്ങളൊന്നും പയറ്റുന്നില്ല, മറിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥയെ പൂർണ്ണമായും മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു തവണ നിങ്ങൾ പണം തിരിച്ചു വാങ്ങിയാലും നിങ്ങളുടെ പഴയ ഭയവും ബലഹീനതയും മാറിയില്ലെങ്കിൽ നാളെ മറ്റൊരുവൻ നിങ്ങളെ ഇതേ അവസ്ഥയിൽ കൊണ്ട് ചെന്നെത്തിക്കും. അതുകൊണ്ടിത് വെറുമൊരു പണം തിരിച്ചുപിടിക്കൽ മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒന്നുകൂടി വാർത്തെടുക്കാനുള്ള ഒരു പ്രക്രിയ കൂടിയാണ്. ആദ്യം തന്നെ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ കൊടുക്കുന്ന എല്ലാ പണവും എപ്പോഴും തിരികെ കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നാൽ ഓരോ അനുഭവവും നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരാൾ ഒട്ടും മാറുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥമൊന്നു മാത്രമാണ്, അവന് പണം തരാതിരിക്കുന്നതിലൂടെ കിട്ടുന്ന ലാഭം പണം തരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തേക്കാൾ വലുതാണ് എന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഭൂരിഭാഗം ആളുകളും തളർന്നുപോകുന്നത് ഈയൊരു ഘട്ടത്തിലാണ്. അവർ പറയും, പോയാൽ പോട്ടെ, ഇനിയിപ്പോ എന്തു ചെയ്യാനാണ് എന്ന്. അവിടെ അവർ ഉപേക്ഷിക്കുന്നത് വെറുമൊരു പണമല്ല, മറിച്ച് തങ്ങളുടെ ആത്മാഭിമാനമാണ്. ആ ഒരു പിന്മാറ്റത്തിലൂടെ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമെന്തെന്നാൽ, നിങ്ങളുടെ പണം ആർക്കും എളുപ്പത്തിൽ തട്ടിയെടുക്കാമെന്നാണ്. ലോകം എപ്പോഴും പഠിക്കുന്നത് ഇത്തരം അനുഭവങ്ങളിൽ നിന്നാണ്. ആരുടെ പണം തട്ടാം, ആരുടെ പണം തട്ടാൻ പാടില്ല എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കും. അതുകൊണ്ട് നിങ്ങളുടെ പണം പൂർണ്ണമായി ലഭിച്ചില്ലെങ്കിൽ പോലും ഈ കളിയുടെ അവസാനം ഒരിക്കലും നിങ്ങളൊരു തോൽവിയോടെ ആകരുത്. അവൻ ഒരിക്കലും താൻ ജയിച്ചു എന്നൊരു അഹങ്കാരമുണ്ടാക്കിക്കൊടുക്കരുത്. കാര്യങ്ങൾ അപൂർണമായി ഇട്ടേച്ച് നിങ്ങൾ ഒരിക്കലും ഒളിച്ചോടരുത്. തികച്ചും ശാന്തവും എന്നാൽ കടുപ്പമേറിയതുമായ ഒരു അവസാന സന്ദേശം അവന് നൽകുക. എന്റെ ഭാഗത്തുനിന്നും ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. ഇനി ഈ സാഹചര്യത്തെ എന്റെ രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം. ഇത് ഭീഷണിയല്ല, മറിച്ച് നിങ്ങൾ ഒന്നിനും മുന്നിലും തലകുനിക്കാൻ തയ്യാറല്ല എന്ന നിങ്ങളുടെ നട്ടെല്ലിന്റെ ശക്തിയാണ് കാണിക്കുന്നത്. ആ കരുത്ത് തന്നെയാണ് ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷയും. നിങ്ങളെ അത്ര എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയില്ലെന്നും നിങ്ങളുടെ മാനസിക സമാധാനം തകർക്കാൻ ഇനി അവനാകില്ലെന്നും മറ്റേയാൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. അതോടെ തീരും അവന്റെ എല്ലാ തന്ത്രങ്ങളും. പിന്നീട് ഒരിക്കലും നിങ്ങളോട് അങ്ങനെയൊരു രീതിയിൽ പെരുമാറാൻ അവൻ ധൈര്യപ്പെടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പണം മുഴുവനായും നിങ്ങളുടെ കൈകളിൽ തിരികെ എത്തിയിട്ടുണ്ടാകില്ല, എങ്കിലും നിങ്ങളെ അത്ര പെട്ടെന്ന് ഇരയാക്കാൻ സാധിക്കില്ലെന്ന വലിയൊരു യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. പണം എപ്പോഴും ഒരു ഫലം മാത്രമാണ് സുഹൃത്തെ, എന്നാൽ സ്വന്തം ആത്മാഭിമാനവും നട്ടെല്ലും തിരികെ പിടിക്കുക എന്നതാണ് ഇതിലെല്ലാം പ്രധാനം. പണം നഷ്ടപ്പെടുമ്പോൾ പലരും മാനസികമായി തകർന്നുപോകുന്നത് ആ ഒരു തുക കൈവിട്ടുപോയതുകൊണ്ട് മാത്രമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ താൻ നിസ്സഹായനായിപ്പോയല്ലോ എന്ന ചിന്ത കൊണ്ടാണ്. എന്നാൽ ഈയൊരു സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങൾ ഒട്ടും നിസ്സഹായരല്ല എന്ന് സ്വയം തിരിച്ചറിയണം. കാരണം നിങ്ങൾ കൃത്യമായ വാക്കുകൾ തിരഞ്ഞെടുത്തു. ശരിയായ സമയത്ത് നിശബ്ദത പാലിച്ചു കൊടുക്കേണ്ട രീതിയിൽ തന്നെ സമ്മർദ്ദം ചെലുത്തി. ജീവിതത്തിലെ ഏറ്റവും വലിയ തന്ത്രവും ഇതുതന്നെയാണ്. ഇനി ജീവിക്കാൻ പോകുന്ന ദിവസങ്ങളിൽ ഈയൊരു നിയമം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി ഉറപ്പിച്ചു നിർത്തുക. ഇനി മുതൽ ഒരാൾക്ക് പണം കൊടുക്കുന്നതിന് മുൻപ് ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അഥവാ പണം കൊടുത്ത് അത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും തളർന്നുപോകാതെ നിങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയെഴുതുക. ഇതാണ് നിങ്ങളുടെ പഴയ രൂപവും പുതിയ രൂപവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവൻ ചമയാൻ വേണ്ടി എല്ലാം സഹിച്ചു മിണ്ടാതിരുന്നിട്ടുണ്ടാകാം, എന്നാൽ പുതിയ നിങ്ങൾ തികച്ചും ശാന്തനാണ്, എന്നാൽ അങ്ങേയറ്റം ജാഗ്രതയുള്ളവനുമാണ്. ഇങ്ങനെയുള്ള വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളൊരു മോശം മനുഷ്യനായി മാറുകയാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അമിതമായ നിഷ്കളങ്കതയിൽ നിന്നും പുറത്തുകടന്ന് ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ഒരേയൊരു നിയമമേയുള്ളൂ. സ്വന്തം അതിരുകൾ കൃത്യമായി നിശ്ചയിക്കുന്നവന് മാത്രമേ ഈ സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് മുന്നിൽ എപ്പോഴും തലകുനിച്ചു കൊടുക്കുന്നവനെ ലോകം വീണ്ടും വീണ്ടും ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടേയിരിക്കും.
ചാണക്യൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്ത്രങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവരെ തകർക്കുക എന്നതല്ല, മറിച്ച് നമ്മെത്തന്നെ സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കുക എന്നതാണ്. ഈയൊരു തിരിച്ചറിവിന് ശേഷം നിങ്ങളുടെ പണം പൂർണ്ണമായി തിരികെ കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യം. ഇനി അഥവാ മുഴുവൻ തുകയും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്: ഇനി മുതൽ ഈ സമൂഹത്തിൽ ആരും നിങ്ങളെ അത്ര എളുപ്പത്തിൽ കാണില്ല. ആ ഒരു മാറ്റം നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട പണത്തേക്കാൾ എത്രയോ ഇരട്ടി വിലമതിപ്പുള്ളതാണ്. ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഇതിനെ വെറുമൊരു കഥയായി കണ്ട് മറന്നുകളയണോ, അതോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ശീലമാക്കി മാറ്റണോ എന്ന് സ്വയം ചിന്തിക്കുക. സ്വന്തം മൂല്യമെന്തെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്ത ഒരു മനുഷ്യന് അത് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ടി വരില്ല. ശാന്തമായിരിക്കുക, വ്യക്തമായി സംസാരിക്കുക, നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. ഈയൊരു മാറ്റം വെറുമൊരു ചിന്തയായി ഒതുക്കാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിത വീക്ഷണത്തെയും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത തന്ത്രങ്ങളുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേട്ടുകഴിഞ്ഞിട്ടും നിങ്ങളുടെ ഉള്ളിൽ ആ പഴയ ഭയമില്ലെങ്കിൽ, സ്വന്തം ആത്മാഭിമാനം തിരികെ പിടിക്കാൻ നിങ്ങൾ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒരു പ്രതിജ്ഞയായി ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തൂ: എന്റെ പണം എന്റേതു മാത്രം. നിങ്ങളുടെ ആ ഒരൊറ്റ വാക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ ഇനി നിങ്ങൾ വീണുകൊടുക്കില്ല എന്ന പുതിയൊരു തുടക്കത്തിന്റെ വിളംബരമായിരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. തുടർന്നും ശാന്തനായിരിക്കുക, എന്നാൽ അങ്ങേയറ്റം ജാഗ്രതയോടെയിരിക്കുക.